ഷഹദ് ഇപ്പോൾ അവിടെയുള്ളത് അപകട സ്ഥലത്ത് തന്നെയാണ്. ഷഹദ്, ഇപ്പോഴും കെടാവർ നായകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ തുടരുകയാണ്. 2 ശരീരഭാഗങ്ങൾ കൂടി അല്പസമയം മുമ്പ് കെടാവർ നായ്ക്കളുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയെല്ലാം DNA പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ആരുടേതൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. സംഭവസ്ഥലത്ത് ഇപ്പോഴും സ്ഫോടനത്തിന് സാധ്യതയുള്ള വസ്തുക്കളുണ്ട് എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നതും. ആ ഭാഗം മുഴുവൻ ഇപ്പോൾ പോലീസ് കോർഡൺ ചെയ്തിരിക്കുകയാണ്. അവിടെ ഒരു ചാക്ക് നിറയെ പടക്കങ്ങളും മറ്റും നിർവീര്യമാക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിയുന്നു. എന്താണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് നിന്നും നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് ഷഹദ്? ഡോക്ടർ അരുൺകുമാർ, നിലവിലെ സാഹചര്യത്തിൽ തിരച്ചിൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒന്ന് നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ കെടാവർ നായ്ക്കളെയൊക്കെ തന്നെ ഇപ്പോൾ ഈ പാടത്ത് നിന്ന് കയറ്റി ചെറിയൊരു ബ്രേക്കാണ്. ഒപ്പം തന്നെ മന്ത്രി കെ രാജൻ, അതുപോലെ തന്നെ MP രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. അവർ ഇപ്പോൾ സന്ദർശനം പൂർത്തിയാക്കി ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഇനി ADGP അതുപോലെ തന്നെ DGP ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് വരും എന്ന കാര്യവും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപാണ് ഈ പാടത്ത് നിന്ന് 2 ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഒരു കൈയിൻ്റെ ഭാഗമാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഒരു ഇറച്ചി കഷ്ണമാണ്. പക്ഷേ അതെങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത കൈവന്നിട്ടില്ല. ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് മാത്രമേ നിലവിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ആ 2 ശരീരഭാഗങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അത് അല്പസമയം മുൻപ് ഇവിടെ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ ശരീരഭാഗങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു ചാക്ക് ഇത്തരത്തിൽ ഈ പൊട്ടിത്തെറിക്കൊക്കെ സാധ്യതയുള്ള തരത്തിലുള്ള പടക്കങ്ങൾ അതുപോലെ തന്നെ മരുന്നും ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ മരുന്നും ഒപ്പം തന്നെ കുറച്ച് അല്ലാതെ ഉണ്ടായിരുന്ന പടക്കോപ്പുകളും ഒക്കെ തന്നെ ഇവിടെ നിന്ന് എടുത്ത് തൊട്ടടുത്ത പറമ്പിലേക്ക് കൊണ്ടുപോയി അവിടെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ അത് നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ചാക്ക് നിറയുള്ള ഇത്തരത്തിൽ ഏത് ഘട്ടത്തിലും പൊട്ടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ പടക്കോപ്പുകളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പടക്കങ്ങളാണ് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും അത് നിർവീര്യമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അവിടെ പലതരത്തിലുള്ള വിഭാഗങ്ങളുടെ ഫോറൻസിക് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ പരിശോധന ഈ പറമ്പിൽ നടക്കുകയാണ്. ഒപ്പം തന്നെ പല വിഭാഗത്തിലുള്ള ആളുകൾ ഇവിടെ വന്ന് ഈ ശേഖരങ്ങൾ, അതായത് ഈ പടക്കത്തിൻ്റെ ശേഖരങ്ങളൊക്കെ ശേഖരിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഫോറൻസിക്കിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. മാത്രമല്ല ഈ മേഖല ഒന്നാകെ ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആളുകൾ ഇങ്ങോട്ടേക്ക് കാണാൻ വരുന്നതിനും അതുപോലെ തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നതിനും ഒക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്നറിയില്ല. പക്ഷേ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇപ്പോഴും ഇന്നലെ ഈ പടക്കം പൊട്ടിയ ഭാഗങ്ങളിലൊക്കെ തന്നെ ചെറിയ രീതിയിലുള്ള ഈ പുകയൊക്കെ പല ഇടങ്ങളിലായിട്ട് ഇപ്പോഴും ഉയരുന്നുണ്ട്. കാരണം ഈ മരങ്ങൾക്കൊക്കെയാണ് തീ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പൂർണ്ണമായിട്ടും കെട്ടിട്ടില്ല. അപ്പോൾ അതിങ്ങനെ പുകഞ്ഞ് വീണ്ടും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രദേശത്തുണ്ടായിരുന്ന ഒപ്പം തന്നെ ഇവരുടെ പണിക്കാർക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് അവരുടെ മൊഴിയൊക്കെ പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ ചൂട് അത് അധികമായിട്ടാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് എന്നുള്ളൊരു പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണ് നിലവിൽ ഉള്ളത്. ഇപ്പോൾ ഇവിടെയുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. ചേട്ടാ, ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ അല്ല, എന്തിൻ്റെ ആളുകളായിരുന്നു ചേട്ടാ? ഈ പ്രദേശത്തുള്ള ആളുകളാണോ? ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ്. ഞങ്ങളിപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയതാണ്. ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ വെളിയിലായിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയ സമയത്ത് എന്താണ് അവസ്ഥ? ഷെഡുകളെല്ലാം തകർന്നിരിക്കുന്നു. ഷെഡുകളെല്ലാം തകർന്നു. എല്ലാ ബൈക്കുകൾ എല്ലാം കത്തി നശിച്ചു പോയിരുന്നു. ഇനി അവിടെ കുറേ ബാക്കി കിടക്കുന്നുണ്ട്. അതെല്ലാം ഇപ്പോൾ പോലീസ് പൊട്ടാത്ത പടക്കങ്ങളൊക്കെ എല്ലാം ഇവിടുന്ന് മാറ്റി. അതാണ്, പൊട്ടാത്ത കുറച്ച് പടക്കങ്ങളും സാധനങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ നിന്ന് എന്തായാലും മാറിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ ഇവിടെയാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നാട്ടുകാരും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ടും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ തെരച്ചിൽ നടക്കുന്ന ഭാഗത്തും പൂർണ്ണമായിട്ടും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പലയിടങ്ങളിലായിട്ട് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്ന ഘട്ടത്തിലാണ് ഈ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടെത്തുന്നത്. അതുകൊണ്ട് സൂക്ഷ്മതയോട് കൂടിയിട്ട് വേണം ഇത്തരം ഭാഗങ്ങളിലേക്ക് കടക്കുവാൻ വേണ്ടി. അതുകൊണ്ടാണ് ആ മേഖലയിലും നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പല വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് ഫോറൻസിക്, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ നേതൃത്വത്തിലൊക്കെ തന്നെ പരിശോധനകൾ തുടരുകയാണ്. അവർ അതിനുള്ള സാമ്പിളുകൾ ശേഖരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് കൂടിയാണ്. കാരണം ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള ഒരു സമയമാണ്. അപ്പോൾ ആ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമായിരിക്കും മറ്റ് ഈ DGP ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ DGP എത്തിക്കഴിഞ്ഞാൽ മാധ്യമങ്ങളെ കാണും എന്നുള്ളതും ഇപ്പോൾ അല്പസമയം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മന്ത്രി കെ രാജനും MP രാജേഷും ഉൾപ്പെടെയുള്ള അതുപോലെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമയം അത്രയും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ
ഇവിടെ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് സമീപത്തുള്ള വീടുകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇന്നലെ ഈ ഉച്ചയ്ക്ക് ഏകദേശം 3 മണിയോട്, ഇവിടെയുള്ള ആളുകൾ പറയുന്നതനുസരിച്ച് ഉച്ചയ്ക്ക് 3 മണിയോട് കൂടിയിട്ടാണ് ഉഗ്ര ശബ്ദം കേൾക്കുന്നത്. ഒപ്പം തന്നെ പല ആളുകളും, ഇവിടെ പള്ളിപ്പെരുന്നാൾ ആയതുകൊണ്ട് പല ആളുകളും ഈ പാടത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്നു. അവിടങ്ങളിലൊക്കെ നിന്ന് ഇവിടെ വർഷങ്ങളായിട്ട് ഈ മരുന്നും അതുപോലെ തന്നെ ഈ പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് ആരും അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് ശബ്ദം കേട്ട ഘട്ടത്തിലാണ് അവരെല്ലാവരും എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് നോക്കുന്നത്. ഒപ്പം തന്നെ വീടുകളിലേക്ക് എല്ലാവരും ഓടി ചെല്ലുകയും ചെയ്യുന്നത്. അപ്പോഴാണ് ഇത്തരത്തിൽ വീടിൻ്റെ ജനൽ ചില്ലുകൾ തകരുന്നു, വാതിലുകൾ തകരുന്നു. ഒപ്പം തന്നെ വീടിൻ്റെ മുറ്റത്തേക്ക് ഇവിടെ നിന്നുള്ള ഈ പടക്കത്തിൻ്റെ ശേഖരമൊക്കെ തെറിച്ചു വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അങ്ങനെയാണ് ഇവിടെ നിന്ന് എല്ലാവരും തന്നെ ഓടി പോവുകയും ചെയ്യുന്നത്. നമ്മളിവിടെ വരുന്ന സമയത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഇവിടെ കാണാം ഈ പടക്കത്തിൻ്റെ ഈ സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ പല ഭാഗങ്ങളിലായിട്ട് തെറിച്ചു വീണ് കിടക്കുന്നുണ്ട്. ഒപ്പം തന്നെ പലയിടങ്ങളിലായിട്ട്, ഈ പറമ്പിലെ പലയിടങ്ങളിലായിട്ട് ഇത്തരത്തിൽ തെറിച്ച് കിടക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും പരിശോധനകൾ തുടരുകയാണ്. ഇപ്പോൾ ചെറിയൊരു ഇടവേളയാണ്. അല്പസമയത്തിനകം കൂടുതൽ ഇടവേള വേണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് 7 പേരുടെ ശരീരങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 9 പേരാണ് മൊത്തം ബോഡികൾ കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ശരീരഭാഗങ്ങളാണ്. 13 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ DNA പരിശോധനാ ഫലം വരുമ്പോൾ ഈ നമ്പറിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. ഇനി 7 പേരെ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കണക്ക് പ്രകാരമാണെങ്കിൽ 6 പേരെ കൂടി തിരിച്ചറിയാനുണ്ട്. അവരുടെ ശരീരഭാഗങ്ങളിൽ DNA പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ആരൊക്കെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ.